ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ നാസ എന്നേക്കുമായി തകർക്കാൻ ഒരുങ്ങുകയാണ്. മനുഷ്യർ ബഹിരാകാശത്ത് താമസിച്ച് വ്യത്യസ്ത ഗവേഷണങ്ങൾ നടത്തിയിരുന്ന ISS ഇനി എന്നേക്കുമായി ഓർമ്മയാകാൻ പോവുകയാണ്. പസഫിക് സമുദ്രത്തിൽ വന്ന് പതിക്കാനിരിക്കുകയാണ്. ഏറെക്കുറെ 100 കോടിയിലധികം $US ചിലവഴിച്ചുകൊണ്ടാണ് നാസ ഇത്തരമൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്തിനു വേണ്ടിയാണ് നാസ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നത്? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. നമ്മൾ മനുഷ്യർ നമ്മുടെ ഭൂമിക്ക് പുറത്തായിട്ട് നിർമ്മിച്ച ഏറ്റവും വലിയ നിർമ്മിതിയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. 1998 മുതൽ 2011 വരെയുള്ള കാലഘട്ടങ്ങളിലായിട്ടാണ് അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളെല്ലാം തന്നെ പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. അതും അമേരിക്കയും റഷ്യയും ഒക്കെ ഉൾപ്പെടുന്ന നിലയിൽ ഒരു ബഹുരാഷ്ട്ര പദ്ധതി എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഓരോ കാര്യങ്ങളും നടന്നു കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ 7 ആസ്ട്രോനോട്ട്സ്, 7 ഗവേഷകർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് സ്റ്റേഷനെ എന്തിനു വേണ്ടിയാണ് $100 കോടി പണം മുടക്കിക്കൊണ്ട് നാസ പൂർണ്ണമായിട്ടും തകർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഈ സ്പേസ് സ്റ്റേഷനെ പസഫിക് സമുദ്രത്തിൽ ഇടിച്ചിറക്കാനുള്ള തീരുമാനം നാസ കൈക്കൊണ്ടിട്ടുള്ളത്? ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും സ്പേസ് സ്റ്റേഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിക്ക് മുകളിൽ ഏറെക്കുറെ 400 കിലോമീറ്ററുകൾക്ക് മുകളിലായിട്ടുള്ള ഒരു ഭ്രമണപഥത്തിലാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ISS ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വേഗത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സെക്കൻഡിൽ 8 കിലോമീറ്റർ എന്നുള്ളൊരു വേഗതയിലാണ് ഈ ഒരു ISS ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ സെക്കൻഡിൽ 8 സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ചെറിയ വേഗതയായിട്ടൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ കിലോമീറ്റർ പെർ അവർ എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറ്റി നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവിടെ അത്ഭുതപ്പെട്ടു പോകും. അതായത് ഒരു മണിക്കൂറിൽ 28,800 കിലോമീറ്റർ എന്ന് പറയുന്ന വലിയ വേഗതയിലാണ് ഈ ഒരു സ്പേസ് സ്റ്റേഷൻ ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെ വെറും 90 മിനിറ്റുകൾ കൊണ്ട് ഭൂമിയെ പൂർണ്ണമായിട്ടും ഭ്രമണം ചെയ്യാൻ അല്ലെങ്കിൽ വലയം ചെയ്യാൻ ISSന് സാധിക്കുന്നുമുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് ഇരുന്നുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പരീക്ഷണങ്ങൾ കാലാകാലങ്ങളായിട്ട് ഗവേഷകർ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നിലയിൽ ജനവാസമൊക്കെ ISSനകത്ത് ആരംഭിച്ച് വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ടുള്ളത് 2000 നവംബർ മുതലൊക്കെയാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനോടകം തന്നെ 258 വരുന്ന ഗവേഷകർ ഈ ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് ഭൂമിയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള ഒരുപാടധികം ഗവേഷണ നിരീക്ഷണങ്ങളൊക്കെ തന്നെയും ഇതിനോടകം തന്നെ ISSനകത്ത് വെച്ചുകൊണ്ട് അവരൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ വലിയ വിജയങ്ങളൊക്കെ തന്നെ നേടാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ ചിന്തിച്ചു പോകുന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഗവേഷകർ ISSനകത്ത് ജീവിക്കുന്നത്? അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് അവർ അതിനകത്ത് നിർവഹിക്കുന്നത്? ഈ കാര്യങ്ങളിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ആസ്ട്രോനോട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു ഗവേഷകർ എങ്ങനെയാണ് ഈ ഒരു സ്പേസ് സ്റ്റേഷനകത്ത് ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എങ്ങനെയാണ് ലഭ്യമാകുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നമുക്കറിയാം, സ്പേസ് സ്റ്റേഷനകത്ത് ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്തിലാണ് അത് നിലകൊള്ളുന്നത് എന്നതിനാൽ തന്നെ അവിടെ ഗ്രാവിറ്റി ഇല്ല, ഗുരുത്വാകർഷണമില്ല. അതിനാലൊക്കെ തന്നെ അവർക്ക് കഴിക്കാൻ പറ്റുന്ന നിലയിൽ, അവർക്ക് ഡൈജസ്റ്റ് ആവുന്ന നിലയിലുള്ള ഭക്ഷണങ്ങൾ ഓൾറെഡി ഭൂമിയിൽ നിന്നും പാക്ക് ചെയ്ത് കുക്ക് ചെയ്തിട്ടൊക്കെയാണ് സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. അതും ആസ്ട്രോനോട്ട്സ് പോകുമ്പോൾ അവരോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ അവർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം 20 രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇതിനോടൊപ്പം തന്നെ 258 വരുന്ന ആസ്ട്രോനോട്ട്സ് അവിടെ എത്തിയിട്ടുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആളുകളാണ്. അവിടെയൊക്കെ തന്നെയുള്ള ഭക്ഷണ സംസ്കാരങ്ങൾ, അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ ഒക്കെ തന്നെ വ്യത്യസ്തമാണ്. അതിനാൽ അവർക്ക് ഓരോരുത്തർക്കും പറ്റുന്ന നിലയിലുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഈ ആളുകൾ എത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതൊക്കെ തന്നെയും സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ടൊരു കിച്ചൺ സെക്ഷൻ തന്നെ ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനകത്ത് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്തതായിട്ട് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കമാണ്. ഭൂമിക്ക് പുറത്ത് വലിയ വേഗതയിൽ ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സഞ്ചരിക്കുന്നു എന്ന കാര്യം കൊണ്ട് ദിവസം ഒരുപാട് സൂര്യോദയങ്ങളും അസ്തമയങ്ങളും ഒക്കെ തന്നെ കാണാനുള്ള ഭാഗ്യം ഈ ഒരു ആസ്ട്രോനോട്ട്സിനുണ്ട്. അപ്പോൾ ഇവരുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഗ്രാവിറ്റി ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ പ്രത്യേക തരത്തിലുള്ള സ്ലീപ്പിംഗ് പോഡുകൾ ഇവർക്ക് വേണ്ടി സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതിനകത്ത് കിടന്നോ നിന്നോ അല്ലെങ്കിൽ തലകുത്തി നിന്നോ ഒക്കെ തന്നെ ഉറങ്ങാൻ ഇവർക്കൊക്കെ തന്നെയും സാധിക്കുന്നതായിരിക്കും. പക്ഷെ അവിടെയൊക്കെ തന്നെയും ഗ്രാവിറ്റി ഇല്ലാത്തതിനാൽ തന്നെ ചെരിഞ്ഞോ നിന്നോ തലകുത്തി നിന്നോ ഒക്കെ തന്നെ കിടന്നുറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇവർക്ക് ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുകയില്ല. ഇനി അടുത്തതായിട്ട് ഈ ആസ്ട്രോനോട്ട്സ് എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു ബഹിരാകാശ നിലയത്തിനകത്ത് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് വ്യായാമമാണ്. ഗ്രാവിറ്റി ഇല്ലാത്തതിനാൽ തന്നെ ഈ ഗവേഷകരുടെ എല്ലാം എല്ലുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ, ബലക്ഷയം വരാനുള്ള സാധ്യതകൾ വലിയ തോതിൽ തന്നെ ഉണ്ട്. അതിനാലൊക്കെ തന്നെ നിർബന്ധമായിട്ടും സ്പേസ് സ്റ്റേഷനിലകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആസ്ട്രോനോട്ട്സ് എല്ലാവരും തന്നെ വ്യായാമം ചെയ്തിരിക്കേണ്ടതുണ്ട്, എക്സസൈസ് ചെയ്തിരിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും നമുക്ക് ഈ ഒരു സ്പേസ് സ്റ്റേഷനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വലിപ്പം എത്രത്തോളം ആയിരിക്കും എന്ന കാര്യം തീർച്ചയായിട്ടും ഊഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. 108 മീറ്റർ വീതിയിലുള്ള വലിയ നിലയിലുള്ള ഒരു ഒബ്ജക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു നിർമ്മിതി തന്നെയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി ആസ്ട്രോനോട്ട്സുകളെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു സ്പേസ് സ്റ്റേഷനകത്ത് ജീവിക്കുന്ന ബഹിരാകാശ യാത്രികരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് 1, 2 എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കും വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള സിസ്റ്റം, സെപ്പറേറ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഒരു സ്പേസ് സ്റ്റേഷൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലോസറ്റും ഉണ്ട്. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള ഒരു പൈപ്പ് കൂടെ ഇവർക്ക് ഇതിനകത്ത് സജ്ജീകരിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ തന്നെയും വാക്യൂം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഹ്യൂമൻ വേസ്റ്റുകളൊക്കെ തന്നെ നേരെ ഈ പൈപ്പിനകത്തുകൂടെ സ്റ്റോറേജ് ടാങ്കിലേക്ക് എത്തുന്ന നിലയിലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ക്ലീനിങ് പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പേപ്പറുകൾ തന്നെയാണ് അവിടെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഓരോ രാജ്യത്തിലുള്ള ആളുകൾക്കും പറ്റുന്ന നിലയിലുള്ള ടോയ്ലറ്റ് പേപ്പറുകൾ തന്നെയാണ് അവിടേക്ക് എത്തിച്ച് ആ രാജ്യങ്ങളിലുള്ള അതത് രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ തോതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യമുണ്ട്. അവിടെ ഗ്രാവിറ്റി ഇല്ലാത്തതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള നിലയിലല്ല ഈ ഒരു മലമൂത്ര വിസർജനം ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതൊക്കെ തന്നെയും അവിടെ ഇങ്ങനെ പാറി നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനകത്ത് അവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എന്താണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അതിനകത്ത് എന്തൊക്കെയാണുള്ളത്, എങ്ങനെയാണ് ആളുകൾ അവിടെ ജീവിക്കുന്നത്, അതിൻ്റെ ഒരു വലുപ്പം എത്രത്തോളമാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ഏറെക്കുറെ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ഫുട്ബോൾ കോർട്ടിന് അത്ര വലുപ്പമുള്ള ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് എന്തിനാണ് നാസ തിരിച്ച് ഭൂമിയിലേക്ക് ഇടിച്ചിറക്കാൻ പോകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അവിടെ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള എക്സ്പെൻസ് ആണ്. ഓരോ വർഷവും വലിയ തുക തന്നെയാണ് നാസ ISSന് വേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ വർഷവും $400 കോടി അഥവാ $4 ബില്യൺ ആണ് ISSന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാസ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഓരോ വർഷവും 33,000 കോടി രൂപയിലും അധികമാണ് നാസ ISSന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ISSനെ ഒഴിവാക്കുകയാണെങ്കിൽ, ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഇത്രത്തോളം വരുന്ന ഈ തുകയെ നാസയ്ക്ക് ലാഭിക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ റിസോഴ്സിൻ്റെ വലിയൊരു ഭാഗം തന്നെയാണത്. ഇനി രണ്ടാമതായിട്ടുള്ള മറ്റൊരു പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കാലപ്പഴക്കമാണ്. ഏതൊരു വസ്തുവിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അത് ആ ഒരു കാലാവധി എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് പുതുക്കി പണിയേണ്ടതുണ്ട്, അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മറ്റൊന്ന് സ്ഥാപിക്കേണ്ടതുണ്ട്. ഇപ്പോഴും അങ്ങനെയൊന്നും ചെയ്യാണ്ട് നമ്മളൊരു കാര്യത്തെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം മുല്ലപ്പെരിയാറാണ്. ഇനിയിപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഇതിൽ കണ്ടറിയണം. ഇപ്പോൾ അടുത്ത കാലത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകളും അതിന് തമിഴ്നാടിൻ്റെ എതിർപ്പുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മാധ്യമങ്ങളോട് നിങ്ങൾ കണ്ടു കാണും. എന്തൊക്കെ തന്നെയായാലും ഇവിടെ ഈ ഒരു ISSൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 1998 നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഇത്രത്തോളം വരുന്ന വർഷങ്ങൾ, 2 പതിറ്റാണ്ടിലധികമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണങ്ങളും മറ്റുമൊക്കെ നിരന്തരമായിട്ട് നമ്മൾ ISSൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷത്തെ കാലപ്പഴക്കമുള്ള ISSൽ ഇനിയും അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായിട്ടുള്ള അപകടങ്ങളിലേക്കാവും കൊണ്ടെത്തിക്കുന്നത്. ഒരിക്കലും ഭൂമിയിലുള്ള എന്തെങ്കിലും നടക്കുന്ന അപകടങ്ങൾ പോലെ ആയിരിക്കില്ല സ്പേസിൽ നടക്കുന്ന അപകടങ്ങൾ. നമുക്കൊരിക്കലും അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക്, നമ്മൾ കൈകെട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും അത് മാറുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി സേഫ്റ്റി മറ്റുമൊക്കെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ എന്നേക്കുമായിട്ട് നശിപ്പിച്ച് കളയാം, ഭൂമിയിലേക്ക് ഇടിച്ചിറക്കാം എന്നൊരു തീരുമാനം നാസ എടുത്തിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും നേരെ കൊണ്ടുവന്നിട്ട് ഭൂമിയിലേക്ക് നേരെ കണ്ട് ഇടിച്ചിറക്കാനൊന്നും അവർക്ക് സാധിക്കില്ല.
കഴിയില്ല. അതിന് ഘട്ടം ഘട്ടമായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ നാസ ചെയ്യേണ്ട ഒരു കാര്യം പ്രത്യേക തരത്തിലുള്ള ഒരു ഓർബിറ്റ് വെഹിക്കിളിൻ്റെ സഹായത്തോടു കൂടെ നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓർബിറ്റിൽ നിന്നും ISSനെ മാറ്റുക, അതിൻ്റെ ഭ്രമണപഥത്തെ ചേഞ്ച് ചെയ്യുക എന്നതാണ്. അതിനുശേഷം കൃത്യമായ നിലയിൽ പസഫിക് സമുദ്രത്തിൽ കൊണ്ടുവന്ന് ഇടിച്ചിറക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് നാസക്കുള്ളത്. അപ്പോൾ ഇതിനോടകം തന്നെ ഈ ഒരു ഓർബിറ്റ് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽസും മറ്റുമൊക്കെ അവർ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഇനി ഭൂമിയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഈ ഒരു സാധനത്തെ ഇടിച്ചിറക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു സ്ട്രക്ചറാണ്, വലിയൊരു നിർമ്മിതിയാണ്. ഇനിയിപ്പോൾ ഭൂമിയിലേക്ക് വരുന്ന അവസരത്തിൽ, ഇടിച്ചിറങ്ങുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളൊക്കെ തന്നെയും കത്തിക്കരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ടും അത് കത്തി നശിച്ചു പോവില്ല. അതിനാലൊക്കെ തന്നെ മനുഷ്യവാസമുള്ള ഏരിയകളിലൊക്കെയാണ് ഇത് വന്ന് പതിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നിമോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഇടിച്ചിറക്കാനുള്ള തീരുമാനത്തിലാണ് നാസ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു പോയിന്റ് നിമോ എന്ന് പറയുന്നത് ചുറ്റുഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അടുത്തൊന്നും ആരുമില്ലാത്തത്ര വിജനമായൊരു പ്രദേശമാണ്. അത്രത്തോളം വിജനമായിട്ടുള്ള കടലിൻ്റെ പസഫിക് സമുദ്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇനിയിപ്പോൾ അവിടെ നിന്നും ഏറ്റവും അടുത്തായിട്ട് മനുഷ്യവാസമുള്ളത് അല്ലെങ്കിൽ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ചുറ്റും ആരുമില്ലാത്തത്ര വിജനമായിട്ടുള്ള നിലയിലുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഈ ഒരു പോയിന്റ് നിമോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ ഇടിച്ചിറക്കുക എന്ന തീരുമാനത്തിലാണ് നാസ എത്തി നിൽക്കുന്നത്. അതും 2028 കൂടിയിട്ട് അതിനകത്തുള്ള ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനകത്തുള്ള എല്ലാവിധത്തിലുള്ള പ്രവൃത്തികളും പൂർണ്ണമായിട്ടും നിർത്തിവെക്കുന്നതായിരിക്കും. അവിടെയുള്ള ആസ്ട്രോനോട്ട്സ് ഒക്കെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അതിനൊക്കെ ശേഷമാണ് 2030 കൂടിയിട്ട് ഇത്തരത്തിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ എന്നേക്കുമായി നശിപ്പിക്കാനുള്ള തീരുമാനം നാസ കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത്രയും കാലം നമുക്കൊക്കെ തന്നെ വലിയ ക്യൂരിയോസിറ്റി ആയിട്ട് നിന്ന, വലിയ കൗതുകവും ആശ്ചര്യവും ഒക്കെ ആയിട്ട് നിന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നശിപ്പിക്കാതെ സ്പേസിൽ അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിലും വലിയ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ISS പിൽക്കാലത്ത് വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള വലിയ സാധ്യതകൾ തീർച്ചയായിട്ടും അവിടേക്കുണ്ട്. എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതൊരു നല്ലൊരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.